ടൈഗർ ക്രോസിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ സീബ്ര ക്രോസിംഗ് പോലെ സൈക്കിളിനൊപ്പം കാൽനട യാത്രക്കാർക്കും റോഡ് ക്രോസ് ചെയ്യാനുള്ള ബ്രിട്ടനിലെ ഒരു സംവിധാനമാണ് ടൈഗർ ക്രോസിംഗ്. നിരവധി പാഠ്യ പ്രവർത്തനങ്ങളോടൊപ്പം റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തുന്ന എറണാകുളം ജില്ലയിലെ SNV സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പരവൂരിനെ സ്വാഗതം ചെയ്യാം ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. SNV സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പരവൂരിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ശ്രീനാരായണ വിലാസം സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് പറവൂരിന്റെ അഭിമാനമായ ഈ വിദ്യാലയം 1935 ശ്രീനാരായണീയനും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ PR ശാസ്ത്രിയാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. സംസ്കൃതം പ്രധാന ഭാഷയായി അഭ്യസിപ്പിക്കുന്ന കേരളത്തിലെ ഏതാനും ചില വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. കഥാപ്രസംഗ രംഗത്ത് കുലപതിയായിരുന്ന കെടാമംഗലം സദാനന്ദൻ ഞങ്ങളുടെ സ്കൂളിലെ ആദ്യ വിദ്യാർത്ഥി ആയിരുന്നത് ഞങ്ങളുടെ അഭിമാനമാണ്. മാം, നിങ്ങളുടെ സ്കൂൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങളാണ് സാങ്കേതിക മികവ്, ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി മീര മാം. ഹരിത വിദ്യാലയം കാണാറുണ്ടോ? കാണാറുണ്ട്. എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ടോ? ഇടയ്ക്ക് അല്ല, എന്നാലും പൊതുവേ എന്താണ് ഹരിത വിദ്യാലയത്തിന്റെ കുറിച്ച് ഇഷ്ടമുള്ളൊരു കാര്യം? എന്താണ് ഹരിത വിദ്യാലയം പരിപാടി? ക്വസ്റ്റ്യൻ ചോദിക്കല്. കേട്ടില്ല, ഉറക്കെ പറയൂ. ക്വസ്റ്റ്യൻ ചോദിക്കല്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇഷ്ടം? ക്വസ്റ്റ്യൻ ആണോ ഇഷ്ടം, ചോദിക്കുന്നതാണോ ഇഷ്ടം, ഉത്തരങ്ങളാണോ ഇഷ്ടം? ചോദിക്കുന്നതാണ് ഇഷ്ടം. ഇതുവരെ കേട്ട ചോദ്യങ്ങളിൽ ഏതാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ചോദ്യം? അതുപോലെ TFM പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിലെ സോപ്പിന് എത്രയുണ്ട് TFM? അങ്ങനെയാണ്. ഇതുവരെ കണ്ടതിൽ ഒരുപാട് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ സ്കൂളുകളിൽ? കണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്കൂളിലെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയ ഏതെങ്കിലും പ്രവർത്തനം ഉണ്ടോ? പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് നിരോധന പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസിന് വേണ്ടി പ്രവർത്തിച്ചത് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ ചെയ്യാറില്ലേ പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസിന് വേണ്ടി? ചെയ്യാറുണ്ട്. എന്നിട്ടും വേറെ ഏതെങ്കിലും സ്കൂളിലെ ഇത് കണ്ടപ്പോൾ അത് നല്ലതാണെന്ന് തോന്നിയോ? തോന്നിയില്ല, നമ്മുടേതാണ് നല്ലതെന്ന് തോന്നി. കെടാമംഗലം സദാനന്ദൻ നിങ്ങളെ സ്കൂളിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏറ്റവും പുതിയ തലമുറയിലുള്ള ഒരാൾക്ക് ഈ കെടാമംഗലം സദാനന്ദനെ പരിചയപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക? ഞങ്ങൾ കെടാമംഗലം സദാനന്ദനെ പരിചയപ്പെടുത്തുന്ന രീതി എന്ന് വെച്ചാൽ വളരെയധികം നന്നായി കഥാപ്രസംഗം പറയുന്ന ഒരാളായിരുന്നു കെടാമംഗലം സദാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കഥയാണ് രമണൻ. ചങ്ങമ്പുഴ എഴുതിയ രമണൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കഥയായിരുന്നു. മോള് അത് റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കാനിട വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ടേപ്പ് റെക്കോർഡറൊക്കെ ചെയ്ത് വെച്ചത് കേട്ടിട്ടില്ല അല്ലേ? പിന്നെ അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് സിനിമയായിട്ട് ബന്ധമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം? കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. അഭിനയിക്കുക മാത്രമാണോ ചെയ്തിട്ടുള്ളത്? ഹെഡ് മാസ്റ്റർ ലത ടീച്ചർക്ക് അറിയോ എന്താണ് സിനിമയായിട്ട് കെടാമംഗലത്തിനുണ്ടായിരുന്ന ബന്ധമെന്ന്? ആർക്ക് ടീച്ചറിനെ പറയണമെന്നില്ല, ആർക്കും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാടകത്തിൽ നല്ലൊരു നാടക നടനായിരുന്നു, നല്ല സംഗീതജ്ഞനായിരുന്നു. സ്കൂളിൽ കൂടെ അദ്ദേഹം ആദ്യകാലങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന നിലയ്ക്ക് സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് നല്ലപോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഏതായാലും ശരി. നമ്മളിങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഒരു അന്വേഷണ തൃഷ്ണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് സിനിമയായിട്ട് ബന്ധമുണ്ടായിരുന്നോ, നാടകമായിട്ട് ബന്ധമുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു ക്ലാസ് സാർ എടുത്ത് സാങ്കേതിക മികവോടുകൂടി എടുത്തു എന്ന്
ഒന്ന് പറഞ്ഞു തരണം എനിക്ക്, എങ്ങനെ എടുത്തു എന്ന്. പരീക്ഷണം നടത്തി, ക്ലാസ്സിൽ പഠിപ്പിച്ചു, പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചു, എന്ത് ചെയ്തു എന്ന് പറ, എന്തെങ്കിലും ഒരു ടോപ്പിക്. ഇപ്പോൾ 9ാം ക്ലാസ്സിലുള്ളൊരു ചാപ്റ്റർ അല്ലേ ഇപ്പോൾ റിഫ്രാക്ഷൻ എന്നുള്ള അപവർത്തനവുമായി അപവർത്തനം റിഫ്രാക്ഷൻ. ആരാണ്? ശ്രീരഞ്ജ് എം ദാസ് അല്ലേ, 9ാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പഠിപ്പിച്ച പാഠപുസ്തകത്തിലില്ലാത്ത കൂടുതലായിട്ട് എന്താണ് പഠിച്ചത്? അതിന് എക്സാമ്പിൾസ് പഠിച്ച് ചെയ്യുന്ന വെച്ചാൽ സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്ന എവിടെയാണ്, എന്താണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്താണ് പറഞ്ഞു തന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് അവിടെ ഇത്ര ഡിഗ്രി ആംഗിളിൽ അല്ല, ഒപ്റ്റിക്കൽ ഫൈബർ എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ ഇവിടെ, അത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിനെപ്പറ്റി എന്താണ് കൂടുതൽ സാറ് പറഞ്ഞത്? ഒപ്റ്റിക്കൽ ഫൈബറിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ അത് പറഞ്ഞു. അത് ഒപ്റ്റിക്കൽ ഫൈബർ എവിടെ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മളെ വീടുകളിൽ അലങ്കരിക്കുമ്പോൾ ഒരു ലൈറ്റ്സിൽ ഉപയോഗിക്കാറുണ്ട്, ഒരു അലങ്കരിക്കാൻ വെക്കുന്ന ഇതിൽ, പിന്നെ ഫോണിൻ്റെ ഇതിൽ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത്, ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊരു ഉത്തരം ഇതല്ല. കുറച്ചുകൂടെ ട്രൈ ചെയ്യും ആരെങ്കിലും. നമ്മൾ വഴിയിലൊക്കെ നടന്നു പോകുമ്പോഴും ഒക്കെ കാണുമല്ലോ കുറച്ച് കാര്യങ്ങൾ. അതാണ് നിങ്ങൾ ഈ സാർ ഇത്രയൊക്കെ മൾട്ടിമീഡിയ വെച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇതൊന്ന് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞൊരു മനസ്സിൽ പെട്ടെന്ന് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞ ഒരു കാര്യം വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒന്ന് ചെന്നിട്ട് നോക്കണം. നിങ്ങളുടെ സ്കൂളിൽ ചില ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? സാക്രിഡ് ഗ്രൂവ്സ് എങ്ങനെ മൈക്രോ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടോപ്പിക്. മോളെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അല്ലേ? അതാണ് സാക്രിഡ് ഗ്രൂവ്സ് മൈക്രോ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ചെയ്തതും ഇംഗ്ലീഷിൽ തന്നെയാണ്, അതുകൊണ്ട് അല്ല ആയിക്കോട്ടെ. ഈ സാക്രിഡ് ഗ്രോവിന് എന്താ മലയാളത്തിൽ പറയാ? കാവ് എന്ന് പറയും. മൈക്രോ ക്ലൈമറ്റിനോ? സൂക്ഷ്മ കാലാവസ്ഥ. അത് ശരി, മൈക്രോ ക്ലൈമറ്റാ നല്ലത്. അതിനെ എങ്ങനെയാ സ്വാധീനിക്കുന്നത്? അതിന്റെ ഫലം ഇവിടെ ശരി ചെയ്തു പറയും. ഞങ്ങൾക്ക് സ്കൂളിൽ ചൂട് കൂടിയതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. എങ്ങനെ അനുഭവപ്പെട്ടു? അനുഭവപ്പെടുമല്ലോ ചൂട് കൂടുന്ന അതെ, ഇപ്പൊ ഇതിനകത്ത് ഭയങ്കര ചൂടാണ്. അല്ല, പണ്ട് ഉള്ളതിനേക്കാളും 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാളും ചൂട് കൂടുതലായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതെങ്ങനെ അറിയാം? നമുക്ക് നമ്മളവിടെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണ്, അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് അതിലുള്ള ഗവേഷണം. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ എന്തൊരു ചൂടെന്ന് പറയും, അതെല്ലാ വർഷവും പറയും. കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെട്ടു. അത് ശാസ്ത്രീയമായിട്ട് ചൂട് കൂടുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയുക? ഒരു ഗവേഷണ പ്രബന്ധം എഴുതുമ്പോൾ എല്ലാവരും പറയണു ചൂട് കൂടുതലാണ് എന്ന്, ഞാനും പറയണു ചൂട് കൂടുതലാണെന്ന്. അത് ഗവേഷണമാവില്ല. ചൂട് കൂടി എന്നുള്ളതിന് എന്താണ് ഒരു തെളിവ്? ശാസ്ത്രീയമായിട്ടുള്ള ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നത്. ഞാനതല്ല ചോദിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് നിങ്ങളിപ്പോൾ ചൂട് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് വിചാരിക്കുക. ശാസ്ത്രീയമായിട്ട് അറിയണം, എന്തെങ്കിലും ആധികാരികമായ രേഖ വേണം. അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റും എല്ലാം ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? തെർമോമീറ്റർ ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ മതി. എങ്ങനെ? ഇതിപ്പോ ഞങ്ങളുടെ ഇവിടെ ഇരുന്ന് എക്സ്പെരിമെന്റ് ചെയ്താൽ ലോകത്ത് മുഴുവൻ ചൂട് കൂടി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയല്ല. വേറൊന്നുമല്ല, ഈ പ്രോജക്റ്റിന് മെയിൻ ആയിട്ട് തരുന്ന കാരണം NH വിട്ട് എടുക്കുന്നതിന് ഭാഗമായിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയുണ്ടായി. അത്രയും നാളും ഒരു തരക്കേടില്ലാത്ത കാലാവസ്ഥയായിരുന്നു സ്കൂളിന്. ഇത് സ്കൂളിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ വെട്ടേണ്ടി വന്നു. സ്കൂളിന് ചുറ്റുമല്ല, NHന്റെ ആ ഭാഗത്തുള്ള മരങ്ങൾ വെട്ടുന്നത് കാരണം സ്കൂളിന്റെ ആ ഭാഗത്ത്. അതുകൊണ്ടാണ് സ്കൂളിൽ ചൂട് കൂടിയതെന്ന് എങ്ങനെ പറയാൻ പറ്റും? NHും സ്കൂളും അടുത്തടുത്തായിട്ടുള്ള. അതെ, NHലെ മരം വെട്ടി എന്നുള്ളത് വസ്തുത. സ്കൂളിൽ ചൂട് കൂടി എന്നുള്ളത് നിങ്ങൾ അവിടെ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യാറുണ്ടോ? മെഷർ ചെയ്തു. എപ്പോഴാണ് മെഷർ ചെയ്യുന്നത്? ഏത് സമയത്താണ്? ഉച്ചക്കാണ്. അപ്പോൾ അതെങ്ങനെയാ? ഏത് തെർമോമീറ്ററാണ് ഉപയോഗിച്ചത്? മാക്സിമം മിനിമം തെർമോമീറ്റർ ആണോ ഉപയോഗിച്ചത്? അത് ഈ സാധാരണ പനി അളക്കുന്ന തെർമോമീറ്റർ? അത് ഉപയോഗിച്ചാൽ ഏറ്റവും കൂടിയ സമയത്താണോ നിങ്ങൾ മെഷർ ചെയ്തതെന്ന് എങ്ങനെ അറിയും? അങ്ങനെയല്ല, ഞങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തിയത്. കാവുകളും. അല്ല, അതിലേക്കൊക്കെ പോകാൻ വരട്ടെ. നമ്മൾ തുടക്കത്തിൽ നിന്നാണ് എങ്ങനെയാണ് താപനില അളക്കുന്നത്. അത് ഏറ്റവും കൂടിയ താപനില എപ്പോഴാണെന്ന് എങ്ങനെ അറിയും? അത് ഏത് ദിവസമാണെന്ന് എങ്ങനെ അറിയും? കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെ പറയൂ. അത് ഞങ്ങൾക്ക് ഊഹമായിരുന്നു. അത് പോരാ മോളെ. അല്ല സാർ, ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു.
ചൂട് കൂടി അപ്പം അതിന് എന്തായിരിക്കും അതിൻ്റെ കാരണം അത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഞങ്ങൾക്ക് സാക്രി ഗ്രൂവും എങ്ങനെയാണ് മൈക്രോ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു മരത്തിന്റെ തണലത്ത് നിന്നാൽ ചൂട് കുറവായിട്ട് തോന്നുന്നത് അത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതുകൊണ്ടാണോ? അതേപോലെ തന്നെ വെള്ളം അടിയോട്ട് ഇറങ്ങാനും വെള്ളത്തിന്റെ കണ്ടന്റ് അതാണ് പ്രധാനം. നിങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഈ ഇലച്ചാർത്തിലൂടെ കിനിഞ്ഞിറങ്ങി മണ്ണിൽ താഴാനായിട്ട് കാവുകൾ അനുവദിക്കുന്നു. പിന്നെ മരത്തിൻ്റെ താഴെ എപ്പോഴും ചൂട് കുറവായിരിക്കും അറിയാം. അത് ആ ഒരു പ്രത്യേക ഫിനോമിനൻ മാത്രം പഠിക്കുക. അത് ഇങ്ങനെ ഈ NHൻ്റെ ഭാഗമോ അല്ലെങ്കിൽ വേറെ NH എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ബിൽട്ടപ്പ് ഏരിയ ആണ്, കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിട്ട ഏരിയ അല്ലേ, അവിടെ അല്ലെങ്കിലും ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ മരത്തിൻ്റെ ഇതേ സ്വഭാവമുള്ള നേരത്തെ മരം ഉണ്ടായിരുന്ന് വെട്ടിക്കളഞ്ഞ പ്രദേശവുമായിട്ട് താരതമ്യം ചെയ്യണം. പിന്നെ ഈ ചൂട് കൂടി വരുന്നു എന്നുള്ള അങ്ങനെ ജനറൽ പ്രസ്താവം ഒന്നും ഒരു ഗവേഷണ പ്രബന്ധത്തിൽ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് കണ്ടുപിടിച്ചതായിരിക്കണം, അതല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള അല്ല നിങ്ങൾ അത് അല്ലാതെ ഈ ചൂട് കൂടി വരികയാണല്ലോ എന്നൊന്നും പറയാൻ പാടില്ല. അതിന് ചൂട് കൂടുന്നു എന്നുള്ളതിന് തെളിവ് കിട്ടണമെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ ആധികാരികമായിട്ടുള്ള രേഖകളെടുത്ത് അത് കോട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ വേണം ഗവേഷണം ചെയ്യാനായിട്ട്. അത് നിങ്ങളെ മാഷന്മാരോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് ഇത് നിങ്ങളുടെ ഗവേഷണ ലക്ഷ്യം റിസർച്ച് ക്വസ്റ്റ്യൻ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്നിട്ട് അതിൻ്റെ മെത്തഡോളജി എന്തായിരിക്കണം, അങ്ങനെ കൃത്യമായിട്ട് ചെറിയ കാര്യമേ ലക്ഷ്യമാക്കാവൂ. അല്ലാണ്ട് വലിയ കാര്യങ്ങളെടുത്ത് അതിനിടയ്ക്ക് ബയോഡൈവേഴ്സിറ്റി എല്ലാം കൊണ്ടുവന്നാൽ അത് ഈ പേപ്പറിൽ ഇങ്ങനെ ഞായറാഴ്ച ലേഖനം എഴുതാൻ കൊള്ളാം, ഗവേഷണ പ്രബന്ധം നേരെ പറയാൻ പറ്റില്ല കേട്ടോ. ശരി, ഓൾ ദി ബെസ്റ്റ്. പ്രൊഫൈലിൽ കണ്ടൊരു കാഴ്ച പെട്ടെന്നൊരു സുഖം തോന്നാത്ത ഒന്നാണ്. നിങ്ങളുടെ എല്ലാ വസ്തുക്കളും കൃഷി ചെടികളും പ്ലാസ്റ്റിക് ചാക്കുകളിലാണ് നട്ടിരിക്കുന്നത്. ഞാൻ അന്നേരം അത് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോഴാണ് അത് മനസ്സിലായത്. നിങ്ങൾ ടെറസിലിത് ചാക്കിൽ നട്ട് കൃഷി ചെയ്യുന്നു. സാധാരണ നഗരങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണായിരുന്നു ഈ അടുത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ. അപ്പം സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ ഒരുപാട് വന്ന് അപ്പം അത് പൊല്യൂട്ട് ആകാതിരിക്കാണ്ട് ഞങ്ങളത് കൃഷിക്ക് വേണ്ടി ചാക്ക അങ്ങനെ ഉപയോഗിച്ചു അല്ലേ? പാവയ്ക്ക ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പാവല് നടന്നുണ്ടല്ലോ അല്ലേ? പാവലുണ്ടല്ലോ. വിത്ത് പാകണം, ശരി, വെള്ളമൊഴിക്കണം, പിന്നെ 2 മാസം 1.5 മാസത്തോടെ അത് വളരും, പടർന്ന് പിന്നെ അതിന് പടരാനായി സൗകര്യങ്ങള് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അതിനായി ഒരു കമ്പ് കെട്ടി ഇങ്ങനെ മുകളിൽ നെറ്റ് വിരിച്ചിട്ടുണ്ട്, പടർന്നു പോകാണ്ട് നെറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഈച്ചയുടെ ശല്യം വരുമല്ലോ, ഒരു ഈച്ചയുടെ ശല്യം ഉണ്ടല്ലോ ഇതിന്? ഈച്ചയുടെ ശല്യം ഇല്ല. പിന്നെ ഒരു കവറിംഗ് ഒക്കെ കൊടുക്കാറില്ലേ? പാവല് വലുതായി വരുമ്പോഴേക്കും പേപ്പറും വെച്ച് ഞങ്ങൾ അത് മൂടി കവർ ചെയ്തിടാറുണ്ട്. ഇത്രയും പണികളൊക്കെ ഉണ്ട് അല്ലേ? ഇനി SNV സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പറവൂരിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. SNV സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പറവൂരിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 88.8 out of 100.